ആനന്ദാവബോധാത്മകമനുഭവിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തവാക്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ നാഗാസ്ത്രത്താൽ ബന്ധിതനായിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ ഗരുഡൻ മോചിപ്പിച്ചവരെയാണ് പറഞ്ഞത്. പതകപതി ഗരുൻ മാരുതേർ മോചിതോഭൂത്, ഗരുഡനാൽ മോചിപ്പിക്കപ്പെട്ടു. ഇന്ദ്രജിത്താണ് നാഗാസ്ത്രം പ്രയോഗിച്ചത്. തദനന്തരം 6-ാമത്തെ ശ്ലോകം. സൗമിത്രിസ്ത്വത്ര ശക്തിപ്രകൃതി ഗളദസുർവാദജാനീത ശൈലഗ്രാണാത് പ്രാണാനുപേതോ വ്യകൃണത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കർമ്മിതോർവീതലമഖിലജമൂഭക്ഷിണം വെക്ഷിണോസ്ത്വം. ദൃഢാത്ര ശക്തി പ്രകൃതി ഗളദസു, യുദ്ധത്തിൽ വേൽ കൊണ്ട് പ്രകരമേറ്റ് ജീവൻ പോയ ശക്തി എന്ന് പറഞ്ഞാൽ വേലാണ്. വളരെ നീളമുള്ള വടി പോലത്തെ കുന്തം പോലത്തെ സാധനം. തല പരന്നിട്ട് ആലില പോലെ കൂർത്തത്. പരക്കാതെ കൂർത്തതിനെ നമ്മൾ കുന്തം എന്ന് പറയും. പരന്ന് കൂർത്തതാണ് വേല്. 2 സൈഡ് പരന്നിട്ടാവും. ഒരു ആലില പോലെ എന്ന് ഏകദേശം പറയാം. അതാണ് വേല്. ശക്തി എന്നാണ് സംസ്കൃതത്തിൽ അതിന് പറയാം. ശക്തി. ശക്തി പ്രകൃതി ഗളദസു, കഴുത്തിൽ കൊണ്ടിട്ട് ഗളദസു. വാതജാനീത ശൈല, ഹനുമാൻ കൊണ്ടുവന്ന ശൈലഘ്രാണാത്, ഔഷധം മണത്തിട്ട്. പ്രാണാനുപേത, പ്രാണൻ തിരിച്ചു കിട്ടി എന്നും പറഞ്ഞിരിക്കുന്നു. അതിന് തിരിച്ചു കിട്ടിയ, ജീവൻ പോവുകയും തിരിച്ചു കിട്ടുകയും ചെയ്ത. ഒരിക്കലും ജീവൻ പോയി തിരിച്ചു കിട്ടി. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ളതിനാണ് ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അത് മന്ത്രമുണ്ട്, മരുന്നുമുണ്ട്, രണ്ടുമുണ്ട്. ഔഷധം, ചെടികൾ ഉണ്ട്. വിശല്യകരണി, സന്താനകരണി, മൃതസഞ്ജീവനി, ഇതൊക്കെ 4 ഔഷധങ്ങളും 4 വേദസ്വരൂപങ്ങളാണെന്നാണ് പറയണത്. ശല്യകരണി, സന്താനകരണി, മൃതസഞ്ജീവനി മുതലായിട്ടുള്ള മൃതസഞ്ജീവനിയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളത് എന്നാണ്. അപ്പം അതുകൊണ്ട് ശക്തിയേറ്റ് ബോധം പോയി അതിനുശേഷം ജീവൻ കിട്ടി. മൃതസഞ്ജീവനി മുതലായിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ഔഷധങ്ങൾ. സുവർണകരിണിയാണ് ഒന്ന് കേട്ടോ. സുവർണകരിണി, സന്താനകരിണി, മൃതസഞ്ജീവനി, ഇതൊക്കെയും. ജാനീത ശൈലഘ്രാണ പ്രാണാനുപേതോ വ്യകൃണത കുസൃതി ശ്ലാഘിനം മേഘനാദം. ശ്ലാഘിനം മേഘനാദം. ലക്ഷ്മണനാകട്ടെ കപടയുദ്ധങ്ങളിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ കൊന്നു. ലക്ഷ്മണനാണ് ഇന്ദ്രജിത്തിനെ കൊല്ലുന്നത്. സൗമിത്രി തൂ, സൗമിത്രിയാകട്ടെ മേഘനാദം വ്യകൃണത, മേഘനാഥനെ വധിച്ചു. കുസൃതിശ്ലാഘിനം, വളരെയേറെ യുദ്ധത്തിൽ കാപട്യവും കുടില തന്ത്രങ്ങളും പ്രയോഗിക്കുന്ന വിശേഷണം. മായാക്ഷോഭേഷു വൈഭീഷണ ഭജനഹിത സ്തംഭനം കുംഭകർണം. മായകൾ, രാക്ഷസന്മാർക്ക് ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളതില്ല എന്നും ആക്കാൻ കഴിയും. അതിനാണ് മായ എന്ന് പറയുന്നത്. രണ്ടും ആവാം. ഇല്ലാത്തത് ഉണ്ടാക്കലും ആവാം, ഉള്ളതില്ലാണ്ടേക്കലും ആക്കലിനെയാണ് നമ്മൾ മായ. അപ്പം ആ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ആശ്വാസം ലഭിച്ചതായിട്ടുള്ള നിന്തിരുവടി, അതൊക്കെ മായയാണ്. യഥാർത്ഥത്തിലുള്ളതല്ല ജ്യേഷ്ഠ എന്ന് വിഭീഷണൻ കേട്ടോ, രാവണ സഹോദരൻ ഓർമ്മിപ്പിച്ചു. രാക്ഷസന്മാരുടെ മായയെ അറിയാം, അല്ലാത്തവർക്ക് അറിയില്ല എന്നാണ്. അവിടെ വിഭീഷണവന് പേടിക്കേണ്ട രാമ, ഇതെല്ലാം മായയാണ്.
കമ്പിതോർവീതള സംപ്രാപ്തം അഖിലജമൂ ഭക്ഷിണം. എല്ലാ സൈന്യങ്ങളെയും വാനരന്മാരെ ഭക്ഷിക്കാൻ കുംഭകർണൻ വന്നു. കുംഭകർണൻ്റെ ഒരു സ്വഭാവം യുദ്ധതന്ത്രം എല്ലാവരെയും പിടിച്ച് ഭക്ഷിക്കുക. എത്ര തിന്നാലും വിശപ്പ് മാറില്ല എന്നാണ് കുംഭകർണന്. അപ്പോൾ കുംഭകർണനെ കണ്ടാൽ തന്നെ വാനരന്മാർ നാല് പാടും പായും, കാരണം പിടിച്ചാണ് വിഴുങ്ങിയ ഒരു വഴിയില്ലല്ലോ. അഖില ചമു എന്ന് പറഞ്ഞാൽ സൈന്യം ഭക്ഷിണം, കുംഭകർണം ഭക്ഷിണോ വാരി തിന്ന, ഓരോരുത്തരെയും പിടിച്ച് വാരി കൈകൊണ്ട് പിടിച്ച് കൂട്ടി തിന്നണ ആ കുംഭകർണനെ ലക്ഷ്മണൻ വധിച്ചു. വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ആശ്വാസം ലഭിച്ചതായിട്ടുള്ള നിന്തിരുവടി ആ കുംഭകർണനെ കൊന്നു. മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃതസ്തംഭനത്വം കമ്പിതോർവീതല സംപ്രാപ്തം അഖിലജമൂ ഭക്ഷിണം ഭക്ഷിണോസ്തം. എല്ലാ സൈന്യങ്ങളെയും വാനരന്മാരെയും പിടിച്ച് ഭക്ഷിക്കുന്നതായ കുംഭകർണനെ അല്ലയോ ഭഗവാനെ അങ്ങ് നേരിട്ട് വധിച്ചു, അങ്ങ് തന്നെ വധിച്ചു. മേഘനാഥനെ ലക്ഷ്മണനാണ് വധിച്ചത്. സൗമിത്രിത്തത്ര ശക്തിപ്രകൃതി ഗളദസുർവാദജാനീത ശൈലഗ്രാണാത്. സൗമിത്രി ആകട്ടെ ശക്തിയേറ്റ് പ്രാണൻ പോയ പോലെ ആയിത്തീർന്ന് ഉർവാദ ജാനീത ശൈലഘ്രാണാത്. അവിടെ ശൈലഘ്രാണാത് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് ശൈലത്തിലെ മരുന്ന് കാറ്റ് തട്ടി മണത്തു. അതുകൊണ്ട് ഉർവാദ ജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ, പ്രാണനെ കിട്ടി. ഉപേതം എന്ന് പറഞ്ഞാൽ കിട്ടുക, അപേതം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുക, നെഗറ്റീവാണ്. ഉപേതവും അപേതവും നേരെ തിരിച്ചർത്ഥം വരിക. ഇവിടെ പ്രാണാൻ ഉപേതോ, ആദ്യം പോയി പിന്നെ കിട്ടി, പ്രാണാൻ ഉപേതോ. അതിനുശേഷം ലക്ഷ്മണൻ എന്ത് ചെയ്തു? ഈ ജീവൻ തിരിച്ചു കിട്ടിയിട്ട് വ്യകൃണത കുസൃതിശ്ലാഖിനം മേഘനാഥം, മേഘനാഥം വ്യകൃണത, മേഘനാഥനെ വധിച്ചു. എങ്ങനത്തെ മേഘനാഥനെ? കുസൃതിശ്ലാഖിനം മേഘനാഥം വിശേഷണം. മാനവധി മായാപ്രയോഗങ്ങൾ ചെയ്യുന്ന മേഘനാഥനെ ലക്ഷ്മണൻ വധിച്ചു. മായാക്ഷോഭേഷു വൈഭീഷണ വചനകൃതസ്തംഭന കുംഭകർണം. ആ മായ സത്യത്തെ, യഥാർത്ഥത്തെ മുഴുവനും വിഭീഷണൻ വ്യക്തമാക്കി കൊടുത്തു. അതിനുശേഷം എല്ലാവരെയും പിടിച്ച് ഭക്ഷിക്കുന്ന കുംഭകർണനെയല്ലോ ഗുരുവായൂരപ്പ അങ്ങ് നേരിട്ടും വധിച്ചല്ലോ. സംപ്രാപ്തം കർമ്പിതോർവീതല അഖില ചമു ഭക്ഷിണം ഭക്ഷിണോത്വം. ഇപ്പോൾ ഇവിടെ രണ്ട് വധമാണ് പറഞ്ഞത്. ഒന്ന് മേഘനാഥനെ ലക്ഷ്മണൻ വധിച്ചതും കുംഭകർണനെ ഭഗവാൻ രാമൻ വധിച്ചതും. അടുത്ത് ഗൃഹഞ്ജംഭാരി സംപ്രേഷിതരഥകവചോ രാവണേനാഭിയുദ്ധ്യൻ ബ്രഹ്മാത്രേണാത്യവിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹൻ ദേവശ്രേണീവരോ ജീവിതസമരമൃതൈർ അക്ഷതേർക്ഷസംഘേർ ലങ്കാഭർത്താശാകം നിജ നഗരമഗാ സപ്രിയ പുഷ്പകേണ. രാവണവധവും പുഷ്പക വിമാനത്തിലുള്ള അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവ്, സീതാസ്വീകാരം. രാവണവധം, സീതാസ്വീകാരം, അയോധ്യ പ്രത്യാഗമനം, 3 കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. യുദ്ധത്തിൽ ദേവേന്ദ്രൻ രഥം കൊടുത്തയച്ചതിനെയും സൂചിപ്പിച്ചിരിക്കണം. മാതലി ആണ് ഇന്ദ്രൻ്റെ തേരാളി. ആ മാതലി മുഖാന്തരം ഗൃഹൻ ജംഭാരി സംപ്രേഷിത രഥകവചവും. എന്തൊക്കെയാണ് ഇന്ദ്രൻ കൊടുത്തയച്ചത്? ജംഭാരി ഇന്ദ്രൻ, സംപ്രേഷിത ഇന്ദ്രനാൽ കൊടുക്കയക്കപ്പെട്ട. ഇവിടെ യുദ്ധത്തിൽ രാമന് തേരില്ലാണ്ടായി, രാവണനോ തേരിൽ നിന്നിട്ടാണ് ഇനി. അപ്പം ഇത് സാമ്യമല്ല യുദ്ധം എന്ന് ദേവന്മാർ പറഞ്ഞു. ശരിയല്ലാത്തൊരു യുദ്ധമാണ്. രണ്ട് പുറത്തും ഒരേപോലെ ആകുമ്പോഴേ യുദ്ധത്തിന് നീതിയുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ യുദ്ധം സമമല്ല എന്ന് പറയും. സമമല്ലാത്ത യുദ്ധം ധർമ്മമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് കേട്ടിട്ട് ദേവേന്ദ്രൻ തേരിനെ അയച്ചു കൊടുത്തു. അതിനെ ഗൃഹൻ സ്വീകരിച്ചിട്ട് ജംഭാരി സംപ്രേക്ഷിത രഥകവചോ ഗൃഹൻ എന്നാണ്. ഗൃഹൻ ലാസ്റ്റിലൊക്കെ ചേർക്കണ്ട്, ആദ്യം പറഞ്ഞതെങ്കിലും. ജംഭാരി ഇന്ദ്രൻ, സംപ്രേഷിത അയക്കപ്പെട്ട രഥകവചോ രഥകവചങ്ങളെ ഗൃഹൻ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു? രാവണേനാഭിയുദ്ധ്യൻ, രാവണനുമായിട്ട് ഗംഭീര യുദ്ധം ചെയ്തു. ബ്രഹ്മാസ്ത്രേണാസ്ത്യബിന്ദൻ, എല്ലാ തലകൾ പല അസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ മുളച്ച് വരികയാണ്. എല്ലാം അറിയുന്നവനാണെങ്കിലും അറിയാത്ത പോലെ ഭഗവാൻ എന്ത് ചെയ്യണം
എന്നറിയാത്ത പോലെ പരിഭ്രമം അഭിനയിച്ചു. മനുഷ്യനല്ലേ, അപ്പം അങ്ങനെ വേണ്ടേ? അഗസ്ത്യൻ വന്ന് ആദിത്യഹൃദയം മന്ത്രം ജപിച്ച് കൊടുക്കണു. മഹാബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ. ആദിത്യഹൃദയം ജപിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ബ്രഹ്മാസ്ത്രേണ അസ്യ ബിന്ദൻ ഗളതതി. ഗളം കഴുത്തുകളെ ഛേദിക്കാൻ രാവണന് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ നമുക്ക് കഴുത്തിനെ ഛേദിക്കാനേ നമുക്കൊക്കെ ഉള്ളൂ അല്ലേ? ഒരു കഴുത്തിനെ ഛേദിക്കുക, കഴുത്തുകളെ എന്നാണ്. ഗളതതിം കഴുത്തുകളുടെ ശ്രേണി തന്നെയുണ്ട്. 10 കഴുത്തുണ്ട്, ഒക്കെ മുറിക്കണ്ടേ? അന്ന് ഗളതതി അബലാം അഗ്നിശുദ്ധാം പ്രഗൃണ്ണൻ. അഗ്നിശുദ്ധാം അബലാം പ്രഗൃണ്ണൻ. അഗ്നിശുദ്ധയായിരിക്കുന്ന അബല സീത. അഗ്നിശുദ്ധയാക്കിയിട്ട് അഗ്നിയിൽ ശുദ്ധി ചെയ്ത് ശുദ്ധയാണ് എന്ന് തെളിയിച്ച് പ്രഗൃണ്ണൻ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ദ്രനാൽ കൊടുക്കയക്കപ്പെട്ട രഥകവചങ്ങൾ ഉപയോഗിച്ച് രാവണനോട് യുദ്ധം ചെയ്ത് എത്ര വേഗം കാര്യങ്ങൾ പറഞ്ഞു പോകണം നോക്കൂ. ബ്രഹ്മാസ്ത്രം കൊണ്ട് കഴുത്തുകളെ മുറിച്ചിട്ട് എന്ന് പറഞ്ഞു. ഓരോ കഴുത്ത് വീണു, അത് വീണ്ടും അവിടെ മുളച്ചു എന്നൊക്കെ അതിൽ വരുന്നോളും. അഗ്നിശുദ്ധാം പ്രഗൃണ്ണൻ, അഗ്നിയിൽ ശുദ്ധയായിട്ട് തെളിയിക്കപ്പെട്ടതായ സീതയെ സ്വീകരിക്കുകയും ചെയ്തു. കണ്ടോ? സ്വീകരിക്കുകയും ചെയ്തു എന്ന് എന്താണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്? സ്വീകരിക്കില്ല എന്ന് പരസ്യമായി അപമാനിച്ചതായിട്ട് വാൽമീകി രാമായണത്തിലൊരു സർഗം. പലരും അത് പ്രക്ഷിപ്തമാണ്. ഒരു നോക്കിങ്ങനെ സീതയെ ഇങ്ങനെ കാണാൻ കൊതിച്ചിട്ട രാമൻ അതുവരെ ചിത്രീകരിച്ചിരിക്കണം. സീതയോ തിരിച്ചും. രാമൻ ഒരു നിമിഷം സീതയില്ലാതെ ആ സീതയെ പരസ്യമായിട്ട് അങ്ങോട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് വിശ്വസിക്കാൻ പറ്റുക? അതുവരെയുള്ള രാമനെ അല്ല നമുക്ക് ആ സർഗത്തിൽ വാൽമീകി രാമായണത്തിൽ കാണുക. അതുകൊണ്ടേ അത് അവിടുത്തെ വിഷയമാണ് കേട്ടോ, ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഇവിടെ മിണ്ടിയില്ല എന്ന് പറയാണ്. പരസ്യമായിട്ട് നിന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആർക്കെങ്കിലും അതിനോട് യോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ യഥാർത്ഥത്തിൽ നമ്മുടെ രാമൻ അങ്ങനെ പറയുമോ? അത് ഡ്യൂപ്ലിക്കേറ്റ് രാമനെ കൊണ്ട് ആരോ പറയിച്ചത് എഴുതി കൂട്ടിയതാണ്. എന്നെ ഞാൻ സ്വീകരിക്കുക, എവിടെ വേണമെങ്കിൽ പോവാം, ആരുടെ കൂടെ വേണമെങ്കിൽ പോവാം, ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധം, വേറെ ആളുടെ കൂടെ താമസിച്ചത് എന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പരസ്യമായിട്ട് രാമനാണ് പറയണത്. ആലോചിച്ചു, രാമനത് പറയാൻ കഴിയുമോ? അതുവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രാമന് അത് പറയാൻ കഴിയില്ല. പോട്ടെ, അത് വേറെ വിഷയം. അഗ്നിശുദ്ധാം പ്രഗൃണ്ണൻ ഇവിടെ അത് മാത്രമേ നമ്മൾ സ്വീകരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ശരി. ദേവശ്രേണീവരോ ജീവിത സമരമൃതേർ. ഇന്ദ്രൻ എന്താണ് വരം വേണ്ടതെന്ന് ഭഗവാനോട് ചോദിച്ചു. മരിച്ച വാനരന്മാരെല്ലാം ജീവിക്കണം, എല്ലാ കാലത്തും അയോധ്യയിൽ കായികനികൾ ഉണ്ടാവണം, കാലവ്യത്യാസം ഇല്ലാതെ സമൃദ്ധമാവണം. അങ്ങനെ ആവട്ടെ. ദേവശ്രേണീവരോ ജീവിത സമരമൃതേ. സമരത്തിൽ മൃതം മരിച്ചതായിട്ടുള്ളവരെ ജീവിപ്പിച്ച് അക്ഷതേ ഋക്ഷന്മാർ കരടി വർഗം ജാമ്പവാനൊക്കെ അതിലാണ് വിടുക. വാനരന്മാരുടെ വകഭേദമാണ് അത്രയത്. എന്നിട്ടോ ലങ്കാ ഭർത്താശാകം നിജനഗരമക സപ്രിയ പുഷ്പകേണ നിജനഗരം അക. പുഷ്പക വിമാനത്തിൽ തൻ്റെ അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജീവിച്ചവനായിട്ടുള്ള ഒരു മുറിയും ശരീരത്തിൽ വ്രണങ്ങളില്ലാത്ത വാനര സംഘങ്ങളെ വിഭീഷണനോടും കൂടിയിട്ട് പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് വന്നു. ഭർത്താച ലങ്ക വാനരസംഘങ്ങളോടും വിഭീഷണനോടും കൂടി. വിഭീഷണനോട് എന്ത് പേരിട്ടു? ലങ്കാഭർത്ര പേരിട്ടു. ലങ്കാഭർത്ര എന്ന് പറഞ്ഞാൽ ലങ്കാവിൻ്റെ അധിപതി. ഒരു വാക്കിൽ ലങ്കയിൽ അഭിഷേകം ചെയ്തു. ലങ്കയുടെ രാജാവായ വിഭീഷണൻ എന്നൊക്കെ കൊണ്ടുവന്നു. ലങ്കാഭർത്താചസാകം. ആരാ ലങ്കാഭർത്താവ്? വിഭീഷണൻ. ലങ്കാഭർത്താചസാകം വിഭീഷണനോട് കൂടി, എല്ലാ വാനരന്മാരോടും വിഭീഷണനോടും കൂടി നിജനഗരം അയോധ്യ, നിജനഗരം അഗാഹ പ്രാപിച്ചു. സപ്രിയ പുഷ്പകേണ സീതയോട് കൂടിയിട്ട് കാണിച്ചു കൊടുക്കേണ്ട സീത എവിടെയാണ് കുംഭകർണം വധിക്കപ്പെട്ടത്, എവിടെയാണ് രാവണൻ വധിക്കപ്പെട്ടത്, എവിടെയാണ് ചിറകെട്ടിയത് എന്നൊക്കെ പറഞ്ഞ് മനോഹരമായ ഒരു യാത്ര, സമാധാനപരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള പുഷ്പക വിമാന യാത്ര അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. പട്ടാഭിഷേകത്തോട് കൂടിയിട്ട് പിന്നെ രാമായണമാവും ബാക്കിയൊക്കെ.
ഗൃഹ്ണൻ ജംഭാരിഷം പ്രേഷിതരഥകവചൗ രാവണേനാഭിയുദ്ധ്യൻ ബ്രഹ്മാത്രേണാസ്യ ബിന്ദൻ കളതതി മഗത് അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരു ജീവിതസമരമൃതേർ അക്ഷതേറിട്ടതങ്കലങ്കാഭർത്താസാകം നിജനഗരമകാസപ്രിയ പുഷ്പകേണ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.